ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ നമ്മുടെ കേരളത്തിലത്തെയും നമ്മുടെ എയർ ക്വാളിറ്റി ഇൻഡെക്സ് ഭയങ്കര മോശമായിട്ട് തുടങ്ങി. നിങ്ങൾ ന്യൂസിലൊക്കെ നമ്മുടെ കൊച്ചിയിലത്തെ കാര്യമൊക്കെ കേൾക്കുന്നുണ്ടായിരിക്കും. പക്ഷേ കൊച്ചി മാത്രമല്ല, ഞാൻ ഇന്നലെ ഒരു ഷോർട്സ് ഇടുമ്പോൾ നമ്മുടെ തൃശ്ശൂർ അടക്കം ഇപ്പോൾ എയർ ക്വാളിറ്റി ഇൻഡെക്സ് വൻ മോശമാണ്. 150 റേറ്റൊക്കെയാണ് ഇന്നലെ രാത്രി 7 മണിക്കൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നത്. തൽക്കാലത്തേക്ക് എന്തായാലും ഇപ്പം ജസ്റ്റ് ഒന്ന് നോക്കി നോക്കട്ടെ. ഇതാ 144. ഇത് ആകെ പ്രശ്നത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. വെച്ചാൽ ഈ 141 50 താഴെ ശരിക്കും വരാൻ പാടുള്ളൂ. ഈ സാധനം 50 മുകളിൽ പോയി കഴിഞ്ഞാൽ തന്നെ നമുക്ക് ലങ്സ് ഇഷ്യൂസൊക്കെ വന്നു തുടങ്ങും. ചുമ, കഫക്കെട്ട്, അതുപോലെ ആസ്മ ഇഷ്യൂസ് ഉള്ളവർക്കൊക്കെ ആസ്മ. അപ്പോൾ ഇത് വൻ സംഭവത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെക്കുറിച്ചൊരു ഒരു മണ്ടന്മാരും പറയുന്നില്ല. ഈ വെള്ളക്കൊടി പിടിച്ച് നടക്കണ കുറേ ഇലക്ഷനിൽ പിന്നെ നടക്കുന്നുണ്ടല്ലോ, ഒരു സാധനം ഒരു മിണ്ടുന്നില്ല. ഒന്നാമത് വീട്ടിലേക്കൊന്നും ബോധമില്ല, അത് വേറെ കാര്യം. അപ്പോൾ ഇത് ഭയങ്കര സീരിയസ് ഇഷ്യൂ ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വീട്ടിലൊരു എയർ പ്യൂരിഫയർ വാങ്ങിച്ചു വയ്ക്കുകയായിരിക്കും നല്ലത്. ഞാൻ പണ്ട് തൊട്ട് എയർ പ്യൂരിഫയർ ഉപയോഗിക്കാറുണ്ട്. വെച്ചാൽ എനിക്ക് ഇതുപോലെ ഡസ്റ്റ് പ്രോബ്ലം ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ ഓൾറെഡി ബ്ലൂ സ്റ്റാറിൻ്റെ നിങ്ങൾക്ക് ഇവിടെ കാണുന്നുണ്ടായിരിക്കും. ഞാൻ ഇവിടെ നിന്ന് കാണിച്ചു തരാം ജസ്റ്റ്. അപ്പോൾ ഞാൻ ഓൾറെഡി ബ്ലൂ സ്റ്റാറിൻ്റെ പറഞ്ഞാൽ എന്താണ് ഇവിടെ കണ്ടു. ഇതാണ്, ഇത് ബ്ലൂ സ്റ്റാറിൻ്റെ ഒരു എയർ പ്യൂരിഫയർ ആണ്. അപ്പോൾ ഇതേ സാധനം ഞാൻ കുറേ കാലം മുമ്പ് ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ ഇവിടെ അത്രയും കാലം വലിയ പ്രശ്നമൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് റെഗുലറായിട്ടൊന്നും നമ്മുടെ എന്താ പറയുക ഇതിൻ്റെ ഫിൽറ്ററൊന്നും മാറേണ്ട ആവശ്യം വന്നിട്ടില്ല. പക്ഷേ നിങ്ങൾ ഇനി വാങ്ങിക്കുന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല എന്താ പറയുക എയർ പ്യൂരിഫയർ ക്വാളിറ്റി നോക്കിയിട്ട് വാങ്ങിച്ചാൽ മതി. ബ്ലൂ സ്റ്റാർ ഒന്നും വാങ്ങിക്കേണ്ട കേട്ടോ. നിങ്ങൾക്ക് നമ്മുടെ ഫിലിപ്സ് ഒക്കെ വാങ്ങിക്കായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. ഞാൻ എന്തായാലും ആമസോണിൻ്റെ ലിങ്ക് താഴെ കൊടുക്കാം. ഫിലിപ്സ് നമ്മുടെ ഫ്ലിപ്കാർട്ടിൻ്റെ ലിങ്ക് ചിലപ്പോൾ ഇതിൽ ഓട്ടോമാറ്റിക്കലി ലിങ്ക് അല്ല നമ്മുടെ ഇത് കാണിക്കും. എന്താ വെച്ചാൽ ഫ്ലിപ്കാർട്ടിൻ്റെ സംഭവം ഇടയ്ക്കറിയാം, ഫ്ലിപ്കാർട്ടിലുണ്ട്. പക്ഷേ നമ്മുടെ യൂട്യൂബിൽ അത് ടാഗ് ചെയ്യാൻ നോക്കുമ്പോൾ വലിയ കാര്യത്തിലൊന്നും കാണിക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും സംഭവം കൊടുക്കാറുള്ളത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിക്കായിരിക്കും നല്ലത് കേട്ടോ. അപ്പോൾ എന്തായാലും ഞാനത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് വാങ്ങിച്ച് ഉപയോഗിക്കാൻ മറക്കരുത്. പ്രത്യേകിച്ച് ഈ സാധനത്തിൻ്റെ നിങ്ങൾ വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് വെച്ചാൽ ഇതുപോലെ എയർ ഫിൽറ്റർ നല്ലോണം ഈസിലി അവൈലബിൾ ആയിട്ടുള്ള ബ്രാൻഡ് വാങ്ങിക്കുക. അതുപോലെ തന്നെ CDR, അതുപോലെ CDR എന്നൊരു സംഭവമുണ്ട്. ഇതിൻ്റെ ഒരു നമ്മുടെ എത്ര സ്ക്വയർ മീറ്റർ ഇതിന് ക്ലിയർ ചെയ്യാൻ പറ്റുന്നുള്ളൊരു സംഭവമാണത്. അത് മാക്സിമം ഹൈ ഉള്ളത് മാത്രം വാങ്ങിക്കുക. അതൊക്കെയാണ് നിങ്ങൾ പ്രത്യേകം നോക്കേണ്ട സംഭവം കേട്ടോ. ഷോമിയുടെയും അത്യാവശ്യം കുഴപ്പമില്ലാത്തതാണ്. ഷോമി ഇപ്പോൾ നമുക്ക് ഈസിലി അവൈലബിൾ ആണ്. ഷോമിയുടെ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഷോമിയുടെ സ്റ്റോറിലൊക്കെ അതിൻ്റെ ഫിൽറ്ററും അതുപോലെ തന്നെ ഓൺലൈൻ ഫിൽറ്റർ വാങ്ങിക്കാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. ഫിലിപ്സിൻ്റെ കുറച്ച് പ്രൈസ് കൂടുതലാണ്. ഫിലിപ്സിൻ്റെ മൾട്ടിപ്പിൾ മോഡൽസ് ഉണ്ട്. ഹണിവെൽ അതൊക്കെ നല്ല ബ്രാൻഡുകളൊക്കെ തന്നെയാണ്. പക്ഷേ ഫിൽറ്ററുകളാണ് വരുമ്പോഴാണ് ഇഷ്യൂ വരിക. നല്ല ഇപ്പോൾ ഡൽഹിയിലൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഒരാഴ്ച 2 ആഴ്ചയിലൊക്കെ ഫിൽറ്റർ ക്ലീൻ ചെയ്യേണ്ടി വരും. ഇവിടെ ഇപ്പോൾ അങ്ങനെ വരേണ്ട ആയിട്ടില്ല. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അതിൻ്റെ അപ്പുറം വരും, അത് വേറെ കാര്യം. അപ്പോൾ എയർ പ്യൂരിഫയർ വാങ്ങിച്ച് ഉപയോഗിക്കാൻ മറക്കണ്ട. ഞാനിപ്പോൾ റീസെൻ്റ് ഉപയോഗിക്കുന്നുണ്ട്. ഇതിൻ്റെ ഒരു പ്രോബ്ലം എന്ന് വെച്ചാൽ നമുക്കിത് നമ്മൾ AC ഉപയോഗിക്കുന്ന പോലെ, ഞാൻ AC ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ AC ഉപയോഗിക്കുന്ന പോലെ റൂം ഫുൾ അടച്ചിട്ട് മാത്രമേ സാധനം ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ഫാൻ ഇട്ടിട്ട് ഇത് ഇങ്ങനെ ഉപയോഗിക്കാൻ പറ്റില്ല. എന്ന് വെച്ചാൽ ഫാൻ ഇട്ട് കഴിഞ്ഞിട്ട് എല്ലാം അടച്ചു കഴിഞ്ഞാൽ ചൂടാവുമല്ലോ. അപ്പോൾ AC റൂമിലാണ് ശരിക്കും സാധനം ഉപയോഗിക്കേണ്ടത്. ഇപ്പോഴത്തെ AC-ലൊക്കെ ഓൾമോസ്റ്റ് നമ്മുടെ ഇപ്പം എൻ്റെ AC-ലൊക്കെ പാനസോണിക്കിൻ്റെ അതുപോലെ ഓൾറെഡി ഇൻബിൽഡ് നല്ല ഫിൽറ്റർ സെക്ഷൻ വരുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഡബിൾ ഫിൽട്രേഷൻ കിട്ടും. അപ്പോൾ ഇത് ഇങ്ങനത്തെ ഒരു അടച്ചിട്ട് റൂമിലാണ് സാധനം ഉപയോഗിക്കേണ്ടത്. അല്ലാണ്ട് തുറന്നിട്ട് റൂമിൽ സാധനം ഉപയോഗിച്ചിട്ട് കാര്യമില്ല. എന്ന് വെച്ചാൽ ഇതിനൊക്കെ ഒരു കവറേജ് ഉണ്ട്. ഇതിൻ്റെ ഒരു കവറേജ് ഏരിയകളുണ്ട്. ഇപ്പോൾ ചില സൈസ് അനുസരിച്ചിട്ടാണ് ഇതിൻ്റെ. അപ്പോൾ ചെറുത് വാങ്ങിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇപ്പോൾ ഈ ഒരു ചെറിയ റൂമൊക്കെ ആണെങ്കിൽ ചെറിയൊരു ക്യാബിൻ്റെ സ്ഥലത്ത് മാത്രമേ പറ്റുന്നുണ്ടാവുള്ളൂ. നിങ്ങളിപ്പോൾ ഓഫീസിലൊക്കെ ക്യാബിനിലൊക്കെ ഉപയോഗിക്കില്ല, അങ്ങനത്തെ പറ്റുള്ളൂ. വീണ്ടും അത്യാവശ്യം വലിയ റൂമൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇത്ര എമൗണ്ടൊക്കെ വേണ്ടി വരും. അപ്പോൾ അത് നോക്കിയിട്ട് മാത്രം വാങ്ങിക്കാടാ. ഞാൻ എന്തായാലും ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളൊക്കെ എന്നെ കമൻറ്റ് ചെയ്താൽ മതിയിട്ട്. അപ്പോൾ നമുക്ക് ഞാൻ അതിൻ്റെ ലിങ്ക് എന്തായാലും ഞാൻ 2-3 ലിങ്ക് നമ്മുടെ ആമസോണിൻ്റെയും അതുപോലെ തന്നെ ഫ്ലിപ്കാർട്ടിൻ്റെയും മുകളിൽ ടാഗ് ചെയ്ത് കൊടുക്കാട്ടോ. അപ്പോൾ ഇതൊന്ന് പറയാൻ വന്നാണ്. എയർ പ്യൂരിഫയർ ഉപയോഗിച്ച് തുടങ്ങിക്കോളട്ടെ. പണി കെട്ടാനുള്ള സാധ്യത ഭയങ്കര കൂടുതലാണ്. പ്രത്യേകിച്ച് നിങ്ങൾക്ക് പറയാം, ഇപ്പോൾ എല്ലാവർക്കും മിക്കവാറും അലർജീസും ആസ്മ ഇഷ്യൂസും ഒക്കെ എല്ലാവർക്കും ഉണ്ട്. ഇപ്പോൾ പണ്ടത്തെ പോലെ എന്താ പറയുക റയർ സംഭവം ഒന്നുമല്ല. അപ്പോൾ ഇങ്ങനെ ഡസ്റ്റ് പൊല്യൂട്ടൻസൊക്കെ ഇപ്പോൾ 150 പറഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടല്ലോ, അത്യാവശ്യം നല്ല പുവർ ക്വാളിറ്റിയാണ്. അപ്പോൾ ഇത് അത്യാവശ്യം കുറച്ച് കാലം തന്നെ കണ്ടിന്യൂസ് ആയിട്ട് തന്നെ അങ്ങനെ നിന്നാൽ തന്നെ നല്ല പ്രോബ്ലം വരും കേട്ടോ. അപ്പോൾ എന്താ പറയുക ആശുപത്രിക്കാർക്ക് കോൾ അടിച്ചു, ചാകര വന്ന് തുടങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ എന്ന് വെച്ചാൽ ഡൽഹിയിലൊക്കെ അമ്മമാർ ചാകര ഒന്നാമത് നല്ല ചാകര അവർക്ക്. എന്ന് വെച്ചാൽ അവൻ്റെ ഓണേഴ്സിനെ ആരെ പറയണ കേട്ടോ. ഈ ഹോസ്പിറ്റൽ ബിസിനസ് ആണല്ലോ. അത് വെച്ചാൽ ഇപ്പോഴത്തെ കേരളത്തിലത്തെ ഹോസ്പിറ്റലിലെ പകുതി ഷെയറും അമേരിക്കൻ കമ്പനിയുടെ കയ്യിലാണ്. അത് നിങ്ങൾക്ക് അറിയണ്ടാവും ചിലപ്പോൾ. അപ്പോൾ അവർക്ക് നല്ല ജാഗ്രതയായിരിക്കും. അപ്പോൾ നിങ്ങളുടെ ഹെൽത്ത് സൂക്ഷിക്കാൻ മറക്കണ്ട. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അടുത്ത ബൈ.